യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ 28ാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോ മുതൽ അതിന്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും, സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ദൈവത്തിന്റെ അനന്തമായ നീതിയുടെയും പരിശുദ്ധിയുടെയും മാനദണ്ഡമനുസരിച്ച് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പാപം ചെയ്യുമ്പോൾ തന്നെ അനന്തമായ ശിക്ഷയ്ക്ക്, ഇൻഫിനിറ്റ് പെനാലിറ്റിക്ക് അർഹനാകുന്നു. എന്നാൽ ഇതിന് പരിഹാരം ചെയ്യാനുള്ള കഴിവ് പരിമിതനായ മനുഷ്യനില്ല. മനുഷ്യരെല്ലാവരും ജീവിതത്തിൽ ഒരു പാപമെങ്കിലും ചെയ്തിട്ടുള്ളവരാണ്. ഇക്കാരണത്താല് എല്ലാ മനുഷ്യരും നരകശിക്ഷയ്ക്ക് അർഹരാണെന്ന് ബൈബിൾ പറയുന്നു. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം ശ്രദ്ധിക്കുക. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അതായത് ഈ റോമാലേഖനം 3:23 പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരും പാപം ചെയ്തു, ദൈവത്തിനുമുൻപിൽ നിൽക്കാനുള്ള യോഗ്യത എല്ലാവർക്കും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് എല്ലാ മനുഷ്യരും നരകശിക്ഷയ്ക്ക് അർഹരാണ്. ഇനി രക്ഷ അത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ പറഞ്ഞു എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മാനദണ്ഡമനുസരിച്ച് നരകശിക്ഷയ്ക്ക് അർഹരാണെന്ന്. ഈ നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. അതായത് ഒരാൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യമില്ല. കത്തോലിക്ക ദൈവശാസ്ത്രമനുസരിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധ്യതയുള്ള 3 സ്ഥലങ്ങൾ ആണ് ഉള്ളത്: സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം. അതായത് ഹെവൻ, ഹെല്ല്, പർഗറ്ററി. സ്വർഗത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവര് രക്ഷിക്കപ്പെട്ടവരാണ്, അവർക്ക് രക്ഷ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നരകത്തിൽ പോകുന്ന ആളുകളുടെ കാര്യം പരിഗണിച്ചാലോ, അവർ ഒരിക്കലും അവിടെ നിന്ന് തിരിച്ചു വരത്തില്ല, അവർക്ക് രക്ഷ ഇല്ല. ഇനി ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്ന ആളുകളുടെ കാര്യം എടുത്താലോ, അവർക്ക് രക്ഷയുണ്ട്, തീർച്ചയായും അവര് സ്വർഗത്തിൽ പോകും. എന്നാൽ ഒരു കാലതാമസം ഉണ്ട് എന്ന് മാത്രമേയുള്ളൂ. അതായത് സ്വർഗത്തിൽ പോകുന്നവരും രക്ഷിക്കപ്പെട്ടവരാണ്, ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുന്നവരും രക്ഷിക്കപ്പെട്ടവരാണ്. നരകത്തിൽ പോകുന്നവർ മാത്രമാണ് രക്ഷിക്കപ്പെടാത്തത്. ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതായത് ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുന്നു എന്ന് കരുതുക. മരിച്ചു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളുടെ ആത്മാവ് ദൈവ തിരുമുൻപിൽ ഹാജരാക്കപ്പെടും. അപ്പോൾ ദൈവം നിങ്ങൾക്ക് രക്ഷ നൽകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അതിന് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ബേസിസ് ഉണ്ടായിരിക്കണം. വെറുതെ ഒരാളെ ദൈവം സ്വർഗത്തിലേക്കും വെറുതെ ഒരാളെ നരകത്തിലേക്കും വിടുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ദൈവം രക്ഷ നൽകുന്നുവെങ്കിൽ അതിന് പിന്നിൽ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ബേസിസ് ഉണ്ട്. ഒരാൾക്ക് രക്ഷ നൽകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ആളുകൾ സാധാരണ പറയാറുള്ള 3 ഉത്തരങ്ങളുണ്ട്. ഞാൻ ആ 3 ഉത്തരങ്ങൾ പറയാം. അതിനുശേഷം നിങ്ങൾ അതിൽ ഏറ്റവും ഉചിതം എന്ന് തോന്നുന്ന ഒരു ഉത്തരം തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ ഉത്തരം ഇതാണ്. അതായത് ദൈവം ഒരാൾക്ക് രക്ഷ നൽകാൻ പോകുന്നത്, അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകുന്നത്, അയാൾ ജീവിതത്തിൽ ചെയ്ത സൽപ്രവൃത്തികളുടെ മാത്രം അടിസ്ഥാനത്തിലാണ്. ദൈവം മറ്റൊന്നും നോക്കത്തില്ല. ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ഇനി രണ്ടാമത്തെ ഉത്തരം ഇതാണ്. ദൈവം ഒരാൾക്ക് രക്ഷ നൽകാൻ പോകുന്നത്, അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകാൻ പോകുന്നത്, അയാൾ ജീവിതത്തിൽ ചെയ്ത സൽപ്രവൃത്തികളുടെയും
അതുപോലെ അയാളുടെ വിശ്വാസത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. അതായത് രക്ഷ നൽകുന്ന കാര്യത്തിൽ ദൈവം പ്രവൃത്തിയും പരിഗണിക്കും, വിശ്വാസവും പരിഗണിക്കും. ഇതാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി മൂന്നാമത്തെ ഉത്തരം ഇതാണ്: ദൈവം ഒരാൾക്ക് രക്ഷ നൽകാൻ പോകുന്നത്, അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകാൻ പോകുന്നത് അയാളുടെ വിശ്വാസത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്, പ്രവൃത്തി പരിഗണിക്കത്തേയില്ല. ഇതാണ് മൂന്നാമത്തെ ഉത്തരം. അപ്പോൾ ഞാൻ 3 ഉത്തരങ്ങൾ പറഞ്ഞു. രക്ഷയുടെ മാനദണ്ഡം എന്താണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. 3 ഉത്തരങ്ങൾ ഇതാണ്. ആദ്യത്തേത് പ്രവൃത്തി മാത്രം, വർക്ക് എലോൺ. രണ്ടാമത്തേത് പ്രവൃത്തിയും വിശ്വാസവും കൂടി നോക്കി, അതായത് വർക്ക് പ്ലസ് ഫെയ്ത്ത്. മൂന്നാമത്തേത് വിശ്വാസം മാത്രം, ഫെയ്ത്ത് എലോൺ. അപ്പോൾ ഞാൻ 3 ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം നിങ്ങൾ തെരഞ്ഞെടുക്കണം. അത് മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് ഈ ടോക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണ്. നരകശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, മോചനം, അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. രക്ഷ നൽകുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതായിരുന്നു ചോദ്യം. ഞാൻ 3 ഉത്തരങ്ങൾ പറഞ്ഞു. വർക്ക് എലോൺ, വർക്ക് പ്ലസ് ഫെയ്ത്ത്, ഫെയ്ത്ത് എലോൺ. ഇനി ഇതിൽ ഏത് ഉത്തരമാണ് ശരി എന്ന കാര്യം ബൈബിളിന്റെ സഹായത്തോടെ നമുക്ക് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വചനങ്ങൾ ഞാൻ ഇന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും: കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 തൊട്ട് 40 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. ഈ വചനഭാഗത്തിന്റെ മാത്രം വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്ക് തോന്നിയേക്കാം രക്ഷ നൽകപ്പെടുന്നതിന്റെ അടിസ്ഥാനം ഒരാൾ ചെയ്ത സൽപ്രവൃത്തികൾ മാത്രമാണ് എന്ന്. കാരണം വിശ്വാസത്തെക്കുറിച്ച് ഈ വചനഭാഗത്ത് നേരിയ ഒരു പരാമർശം പോലും ഇല്ല. ഇനി നമുക്ക് മറ്റൊരു വചനഭാഗം ശ്രദ്ധിക്കാം. അതായത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം?
പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നുള്ള ഈ വചനഭാഗം മാത്രം പരിഗണിച്ചാൽ നമുക്ക് തോന്നിയേക്കാം രക്ഷ നൽകപ്പെടുന്നതിന്റെ അടിസ്ഥാനം വിശ്വാസവും പ്രവൃത്തിയും കൂടി ആണ് എന്ന്. ഇനി നമുക്ക് മറ്റൊരു വചനഭാഗം പരിശോധിക്കാം. അതായത് പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതായത് രക്ഷ നൽകപ്പെടുന്നതിന് പിന്നിൽ 2 കാര്യങ്ങളാണ് ഉള്ളത്, വിശ്വാസവും കൃപയും. കൃപ എന്ന് പറയുന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായിട്ട് യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. പിന്നെ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക ജീവൻ, ഇതിനെയൊക്കെ കൃപ എന്നാണ് പറയുന്നത്. കൃപ ദൈവത്തിന്റെ റോളാണ്. ദൈവം തരുന്നു, നമ്മൾ അത് സ്വീകരിക്കുന്നു എന്ന് മാത്രം. പിന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട കാര്യം വിശ്വാസം, അതാണ്. അതായത് ഈ എഫേസോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് എന്ന്. കൃപ ദൈവത്തിന്റെ റോളാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് വിശ്വാസം. അതായത് ഈ എഫേസോസ് ലേഖനത്തിലെ ആദ്യത്തെ വചനം പരിഗണിച്ചാൽ നമുക്ക് പറയേണ്ടി വരും, രക്ഷ നൽകപ്പെടുന്നതിന് പിന്നിലുള്ള അടിസ്ഥാനം അത് വിശ്വാസം മാത്രമാണ് എന്ന്. തുടർന്ന് പറഞ്ഞിരിക്കുന്നു, അത് ദൈവത്തിന്റെ ദാനമാണ്, നിങ്ങൾ നേടിയെടുത്തതല്ല. അതായത് രക്ഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് വെറുതെ തരുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്രത്യേകം പറയുന്നു, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അതായത് ഈ എഫേസോസ് ലേഖനത്തിലെ ഈ വചനഭാഗം പരിഗണിച്ചാല് നമുക്ക് പറയേണ്ടി വരും, രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മാത്രം ഫലമാണ് എന്ന്. എന്നാൽ ക്രൈസ്തവ ജീവിതത്തിൽ പ്രവൃത്തി വേണ്ട എന്ന് എഫേസോസ് ലേഖനം പറയുന്നില്ല. 10-ാം വചനത്തിൽ പറയുന്നു, നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടിയൊരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നാൽ ഈ 10-ാം വചനം അത് രക്ഷ പ്രാപിച്ചതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അതായത് വിശ്വാസത്തിലൂടെ മാത്രം ഒരാൾ രക്ഷ പ്രാപിക്കുന്നു. രക്ഷ പ്രാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആ വ്യക്തിയെക്കുറിച്ച് ചില പദ്ധതികൾ തയ്യാറാക്കും. അതനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം. പക്ഷേ രക്ഷ പ്രാപിക്കുന്നത് ഒരിക്കലും ഈ പ്രവൃത്തികളാലല്ല. പ്രവൃത്തികൾ എന്ന് പറയുന്നത് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ്. അതായത് ഈ എഫേസോസ് ലേഖനം പറയുന്നതനുസരിച്ച് ഒരാൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ മാത്രം ആണ്. അപ്പോൾ നമ്മൾ 3 വചനഭാഗങ്ങൾ ഇതിനോടകം പരിശോധിച്ചു. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം, എഫേസോസ് ലേഖനം 2-ാം അധ്യായം. അപ്പോൾ മത്തായി 25 അനുസരിച്ച് രക്ഷ പ്രാപിക്കുന്നത് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് രക്ഷപ്പെടുന്നത് വിശ്വാസത്താലും പ്രവൃത്തിയാലുമാണ്. എഫേസോസ് ലേഖനത്തിൽ നമ്മൾ കണ്ടത് രക്ഷ വിശ്വാസത്തിന്റെ മാത്രം ഫലമാണ്. അപ്പോൾ ഇതിൽ ഏത് ഉത്തരമാണ് ശരി? ബൈബിളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടോ? ഇനി നമുക്ക് കത്തോലിക്ക സഭയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നതിലേക്ക് പോകാം. 2 പുസ്തകങ്ങള് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യമില്ല, നിങ്ങളിൽ മിക്കവർക്കും തന്നെ അറിയാവുന്നതാണ്. ഒന്നാമത്തേത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. രണ്ടാമത്തേത് യുക്യാറ്റ്, കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം. ഈ കത്തോലിക്ക സഭയുടെ നിലപാട്, ഔദ്യോഗിക നിലപാട് എന്താണെന്നറിയാൻ ഈ 2 പുസ്തകങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ 2 പുസ്തകങ്ങൾക്കും ഒരുപോലെ ആധികാരികതയുണ്ട്.
നമുക്ക് ആദ്യം യുക്യാറ്റ്, അതായത് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം പരിശോധിക്കാം. ഇതില് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ചോദ്യോത്തര രൂപത്തിലാണ്. അപ്പോൾ 341 ചോദ്യവും അതിനുള്ള ഉത്തരവും ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപ്രവർത്തികൾ കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാൻ കഴിയുമോ? ഇല്ല. ഒരുവനും സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം സ്വർഗം നേടാനാവുകയില്ല. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത ദൈവത്തിന്റെ കേവലവും ലളിതവുമായ കൃപാവരമാണ്. എന്നാലും അത് വ്യക്തിയുടെ സ്വതന്ത്രമായ സഹകരണം ആവശ്യപ്പെടുന്നു. നാം രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയും വിശ്വാസവും വഴിയാണ്. എന്നാലും നമ്മിലെ ദൈവിക പ്രവർത്തനം ഉൽപ്പാദിപ്പിച്ച സ്നേഹത്തെ നമ്മുടെ സൽപ്രവൃത്തികൾ വെളിപ്പെടുത്തണം. യുക്യാറ്റിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്: സൽപ്രവർത്തികൾ കൊണ്ട് ഒരാൾക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയുമോ? ആദ്യം തന്നെ ഉത്തരം പറഞ്ഞിരിക്കുന്നു, ഇല്ല. അതായത് സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം ഒരുവന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. തുടർന്ന് പറയുന്നത് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ലളിതമായ ഒരു കൃപാവരം ആണ് എന്നാണ്. എന്നാലും നമ്മുടെ സഹകരണം ആവശ്യമുണ്ട്. തുടർന്ന് പറയുന്നു, നാം രക്ഷിക്കപ്പെടുന്നത് ദൈവകൃപയും വിശ്വാസവും വഴിയാണ്. അതായത് ആ എഫേസോസ് ലേഖനത്തിൽ എടുത്തിരിക്കുന്ന അതേ നിലപാടാണ് യുക്യാറ്റ് 341 എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെയും ക്രൈസ്തവ ജീവിതത്തിൽ പ്രവൃത്തി വേണ്ടെന്ന് പറയുന്നില്ല. കാരണം യുക്യാറ്റിൽ പറഞ്ഞിരിക്കുന്നു, നമ്മിലെ ദൈവിക പ്രവർത്തനം ഉൽപ്പാദിപ്പിച്ച സ്നേഹത്തെ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടുത്തണമെന്ന്. പക്ഷേ അത് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള കാര്യമാണ്. രക്ഷപ്പെടുന്നത് ദൈവകൃപയും വിശ്വാസവും വഴിയാണ്. കൃപ ദൈവത്തിന്റെ റോളാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മാത്രം ഫലമാണ്. അതായത് ഈ യുക്യാറ്റില് എടുത്തിരിക്കുന്ന നിലപാട് ആ എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന അതേ നിലപാടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിലേക്ക് പോകാം. വിശുദ്ധ കൊച്ചുത്രേസ്യ നിങ്ങൾക്കേവർക്കും സുപരിചിതയായ ഒരു വിശുദ്ധയാണ്. ഒരു പുസ്തകം മാത്രമേ കൊച്ചുത്രേസ്യ എഴുതിയിട്ടുള്ളൂ, സ്റ്റോറി ഓഫ് എ സോൾ എന്ന ഇംഗ്ലീഷില് ആ പുസ്തകത്തിന്റെ പേര്. മലയാളത്തില് നവമാലിക എന്ന പേരിൽ അതിന് ട്രാൻസ്ലേഷൻ, തർജ്ജമ ഉണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഈ നവമാലികയിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2011 ആർട്ടിക്കിളില് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഭൂമിയിലെ വിപ്രവാസത്തിന് ശേഷം പിതൃരാജ്യത്ത് എന്ന് നിന്നെ ആസ്വദിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ സ്വർഗത്തിനു വേണ്ടി യോഗ്യതകൾ ശേഖരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ സ്നേഹത്തിന് മാത്രം വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഞാൻ നിന്റെ മുൻപിൽ ശൂന്യമായ കൈകളോടെ പ്രത്യക്ഷപ്പെടും. എന്തെന്നാൽ കർത്താവെ, എന്റെ പ്രവൃത്തികളെ പരിഗണിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളുടെ എല്ലാ നീതിയും നിന്റെ കൺമുൻപിൽ കളങ്കമുള്ളതാണ്. അതുകൊണ്ട് നിന്റെ നീതിയാൽ പൊതിയപ്പെടാനും നിന്റെ സ്നേഹത്താൽ നിന്നെ തന്നെ എന്നേക്കും സ്വന്തമാക്കുവാനും ഞാൻ ആശിക്കുന്നു. ഇവിടെ കൊച്ചുത്രേസ്യ ആദ്യം തന്നെ പറയുന്നു, സ്വർഗത്തിനു വേണ്ടി യോഗ്യതകൾ ശേഖരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ സ്നേഹത്തിനു വേണ്ടി മാത്രം അധ്വാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ പറയുന്നത് ഇതാണ്: ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഞാൻ നിന്റെ മുൻപിൽ ശൂന്യമായ കൈകളോടെ പ്രത്യക്ഷപ്പെടും. കർത്താവെ, എന്റെ പ്രവൃത്തികളെ നീ പരിഗണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നേയില്ല. പിന്നെ കൊച്ചുത്രേസ്യ പറയുന്നത് ഇതാണ്: ഞങ്ങളുടെ എല്ലാ നീതിയും നിന്റെ മുൻപിൽ കളങ്കമുള്ളതാണ്. അതിനാൽ നിന്റെ നീതിയാൽ പൊതിയപ്പെടാനും അങ്ങനെ നിന്നെ സ്വന്തമാക്കുവാനും ഞാൻ ആശിക്കുന്നു. അതായത് ദൈവത്തിന്റെ നീതിയാൽ പൊതിയപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ് കൊച്ചുത്രേസ്യ കരുതുന്നത്. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു തന്റെ കാൽവരിയാഗത്തിലൂടെ നേടിയെടുത്ത നീതിയാണ്. ആ നീതിയുടെ യോഗ്യതയാല് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ് കൊച്ചുത്രേസ്യ ആഗ്രഹിക്കുന്നത്. പ്രവൃത്തികളെ പരിഗണിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നേയില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2011 ആ ആർട്ടിക്കിള് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത്
പ്രവൃത്തിയാൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള ആ നിലപാട് കൊച്ചുറസിയോ ഒരിക്കലും എടുക്കുന്നില്ല. പിന്നെയോ ആ വിശ്വാസത്താൽ മാത്രം രക്ഷ പ്രാപിക്കാം എന്നുള്ള ആ നിലപാടാണ് വിശുദ്ധ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാ വിശുദ്ധരുടെയും അടിസ്ഥാന മനോഭാവം ഇത് തന്നെയാണ്. അതായത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2011 ആർട്ടിക്കിളും പറയുന്നത് എഫേസോസ് ലേഖനത്തിൽ എടുത്തിരിക്കുന്ന അതേ നിലപാട് തന്നെയാണ്. അപ്പോൾ ഈ ടോക്കിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മനുഷ്യരെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരാണ്. നരകശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. രക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനം വിശ്വാസം മാത്രമാണ്. പ്രവൃത്തികൾക്ക് ഇക്കാര്യത്തിൽ യാതൊരു റോളും ഇല്ല, യാതൊരു പങ്കുമില്ല. കത്തോലിക്ക സഭയുടെ നിലപാടും ഇത് തന്നെയാണ്. അപ്പോൾ ഇക്കാര്യങ്ങള് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. പക്ഷേ നമ്മൾ 3 വചനഭാഗങ്ങളാണ് പരിഗണിച്ചത്. അപ്പോൾ എഫേസോസ് ലേഖനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷപ്പെടുന്നതിന്റെ അടിസ്ഥാനം വിശ്വാസം മാത്രമാണ്. മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ നമുക്ക് തോന്നി രക്ഷപ്പെടുന്നത് പ്രവൃത്തിയുടെ മാത്രം അടിസ്ഥാനത്തിലാണെന്ന്. അതുപോലെ യാക്കോബിന്റെ ലേഖനം വായിച്ചപ്പോൾ നമുക്ക് തോന്നി രക്ഷ പ്രാപിക്കുന്നത് പ്രവൃത്തിയുടെയും വിശ്വാസത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എഫേസോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മത്തായിയുടെ സുവിശേഷത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് തോന്നുന്നത്? അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ പിന്നീട് വീഡിയോകൾ നൽകുന്നതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെല്ലാവരും നരകശിക്ഷയ്ക്ക് അർഹരായ പാപികളാണ്. ഈ നരകശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നത് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. അതായത് ഫെയ്ത്ത് എലോൺ. ഇക്കാര്യത്തിൽ നമ്മുടെ പ്രവൃത്തികൾക്ക്, സൽപ്രവൃത്തികൾക്ക് യാതൊരു റോളുമില്ല, യാതൊരു പങ്കുമില്ല. അപ്പോൾ ഇക്കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു രക്ഷ പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാനം അത് വിശ്വാസം മാത്രമാണെന്ന്. അപ്പോൾ ക്രൈസ്തവ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ വേണ്ട എന്നാണോ നമ്മൾ പറയുന്നത്? ഒരിക്കലുമല്ല. ആദ്യം തന്നെ ഈ വിശ്വാസം എന്താണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ 25ാമത്തെ വീഡിയോയിൽ ഇത് വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനോടുള്ള സമർപ്പണ മനോഭാവം, കമ്മിറ്റ്മെന്റ് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അപ്പോൾ സമർപ്പണ മനോഭാവമുള്ള ഒരു വിശ്വാസം യേശുവിൽ ഒരാൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ രക്ഷ പ്രാപിക്കും. അയാൾക്ക് യേശുവിനോട് കുറെ ആത്മാർത്ഥത ഉള്ള ആളായിരിക്കും. തീർച്ചയായും അയാള് കുറെ സൽപ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യും. അതായത് വിശ്വാസം വഴി ഒരാൾ രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതിക്കനുസരിച്ചുള്ള സൽപ്രവൃത്തികൾ അയാൾ ചെയ്യണം. ഇതാണ് ദൈവം അയാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശുവിനോട് സമർപ്പണ മനോഭാവമുള്ള വിശ്വാസം അർപ്പിച്ച ആള് തീർച്ചയായും അയാൾക്ക് യേശുവിനോട് കുറെ ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന സൽപ്രവൃത്തികൾ കുറെയെങ്കിലും അയാൾ ചെയ്യും എന്ന് തന്നെ നമ്മൾ അനുമാനിക്കുന്നു. എന്നാൽ ആത്മാർത്ഥത കുറവുള്ള വിശ്വാസികൾ ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ അലംഭാവം അല്ലെങ്കിൽ ആത്മാർത്ഥത കുറവ് കാണിച്ചു എന്നിരിക്കും. ഇത് പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അതായത് രക്ഷയിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് അയാളോട് ആവശ്യപ്പെടുന്ന സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത കുറവ് കാണിച്ചാൽ അത് പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അയാൾ യേശുവിൽ വിശ്വസിക്കുന്നതിനാല് നരകത്തിൽ പോകേണ്ടി വരത്തില്ല. പക്ഷെ ഈ സൽപ്രവൃത്തികളിലുള്ള ആത്മാർത്ഥത കുറവ് മൂലം ഈ ടെമ്പറൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ കാലിക ശിക്ഷ എന്ന പേരിൽ ഒരു ശിക്ഷ അയാളുടെ മേൽ കയറി വരും. എന്താണ് ഈ ടെമ്പറൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ കാലിക ശിക്ഷ? ഇതേക്കുറിച്ച് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ഈ കാലിക ശിക്ഷ അനന്തമല്ല, അത് പരിമിതമാണ്. ഈ കാലിക ശിക്ഷ ഈ ഭൂമിയിൽ വെച്ച് സഹിച്ചു തീർത്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് പർഗറ്ററിയിൽ വെച്ച് അത് സഹിക്കേണ്ടതായി വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരിക്കലും സൽപ്രവൃത്തികൾ ചെയ്യുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുവാനായിട്ട് പറ്റത്തില്ല. അതായത് രക്ഷ പ്രാപിക്കുന്നത്, അതായത് നരകശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടുന്നത് അതിന്റെ അടിസ്ഥാനം വിശ്വാസം മാത്രമാണ്. എന്നാൽ
സൽപ്രവൃത്തികൾക്ക് ക്രൈസ്തവ ജീവിതത്തിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും.